അസ്സലാമു അലൈക്കും. ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഒരു വളരെ ശുഭകരമായിട്ടുള്ള ഒരു സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ നാറാശുമാനത്തെ തറവാട്ടിലെ പഴയ തലമുറയെയും പുതിയ തലമുറയെയും തമ്മിൽ അന്യോന്യം പരസ്പരം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കുടുംബസംഗമം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഇതിന് ഇടയായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാനും പ്രോഗ്രാമിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ടി പി മുഹമ്മദ് സാഹിബും ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള, അതായത് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുപ്പമുള്ള രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. വളരെയധികം നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു. കല്യാണ വീട്ടിൽ അവർ പോയി. അതിനുശേഷം ഞാനും മുഹമ്മദ് മാത്രമായി. അപ്പോൾ ഞാൻ മുഹമ്മദ് ചോദിച്ചു, ആരാ മുഹമ്മദ് അവർ വന്നത്? അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല ആരാന്നുള്ളത്, എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ട് തോന്നിയ ഒരു ഐഡിയ ആണ് നമുക്ക് പരസ്പരം പരിചയപ്പെടുക. ഇപ്പോൾ ഒരുപാട് നമ്മളായിട്ട് വളരെ അടുത്ത ആൾക്കാർ തന്നെ നമുക്ക് ഒരു പരിചയമില്ലാത്ത രീതിയിൽ നമുക്ക് പെരുമാറേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടിട്ട് നമുക്ക് പരസ്പരം ഒരു അടുപ്പം ഉണ്ടാക്കാനും, അതായത് ഇപ്പോൾ പഴയ തലമുറയും പുതിയ തലമുറയും ഒന്നിച്ചൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കുടുംബസംഗമം. സത്യത്തിൽ ഒരു 1.5 വർഷം മുമ്പേ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഈ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് നമ്മളിത് ചെയ്യുന്നത്. പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനും ചെയർമാനായിട്ടുള്ള മുഹമ്മദിനും ജനറൽ കൺവീനറായിട്ടുള്ള ഞാനും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും സന്തോഷകരമായ ഇന്നത്തെ ദിവസം എല്ലാ കുടുംബാംഗങ്ങൾക്കും അങ്ങേയറ്റം സ്നേഹം നിറഞ്ഞ ഒരു ആശംസകൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. നിങ്ങളൊന്നായി അല്ലാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അല്ലാഹു നിങ്ങൾക്കു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നു, പിന്നെ അവൻ നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കൂട്ടിയിണക്കി. അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു. നിങ്ങൾ തീക്കുണ്ഡത്തിന്റെ വക്കിലായിരുന്നു, അതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചു. ഇவ்விധം അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകാൻ. നാം ആരായിരുന്നുവെന്നും
എവിടെ നിന്ന് കടന്നുവന്നുവെന്നും തിരിച്ചറിയുക എന്നത് സാമൂഹിക അവബോധവും സാംസ്കാരിക സമ്പന്നതയുമുള്ള ഒരു ജനതയുടെ അടയാളമാണ്. ചരിത്രത്തിലെ നമ്മുടെ ഇടം കണ്ടെത്തി ഓരോ അടയാളവും ഭാവി തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് കാലത്തിന്റെ അനിവാര്യതയാണ്. ലോകവും കാലവും മാറിമറിയുമ്പോൾ ജീവിതസഞ്ചാരത്തിൽ അവർക്ക് ഈ അടയാളങ്ങൾ ദിശ നിർണയിച്ചു നൽകും. പ്രവാചക കാലം മുതലേ ഇസ്ലാമിക പ്രബോധനത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് കൊയിലാണ്ടി. കോവിൽക്കണ്ടി എന്ന് ചരിത്രത്തിൽ പിൽക്കാലങ്ങളിൽ അറിയപ്പെട്ട പന്തലായനിയുടെ ഭാഗമായിരുന്ന ഈ തുറമുഖ പട്ടണം അവിടെ കൊല്ലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകന്റെ അനുചരനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തെമിമുൽ അൻസാരിയുടെ ഖബറിടം നമ്മുടെ പൗരാണിക കാലത്തേക്ക് വിരൽ ചൂണ്ടുന്നു. കൊയിലാണ്ടിയിലെ ആദ്യകാല മുസ്ലിം കുടുംബങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട പരിമിതമായ അറിവുകൾ മാത്രമേയുള്ളൂ. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ജാതി സമൂഹങ്ങളിൽ നിന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ടവരും കച്ചവടത്തിനും മതപ്രബോധനത്തിനുമായി ഇവിടെ എത്തിച്ചേർന്ന അറബികളുമായി വൈവാഹിക ബന്ധങ്ങളിൽപ്പെട്ടവരും ഇവരെല്ലാം ചേർന്നാണ് ഇവിടത്തെ ആദ്യകാല സാമൂഹിക ക്രമത്തിന് രൂപം നൽകിയത്. അങ്ങനെ തൊപ്പിയിട്ടവരും കുപ്പായമിട്ടവരും ചേർന്ന് ഇവിടെ ഒരു സാമൂഹിക ഘടന രൂപപ്പെടുത്തി. മാപ്പിള മരുമക്കത്തായം പോലെ ഇവിടെ ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ദായക്രമങ്ങൾ ഈ വസ്തുതകൾക്ക് അടിവരയിടുന്നു. ഇത്തരം വിചിത്രമായ രീതികൾ ലോകത്തിലെ മറ്റ് മുസ്ലിം സെറ്റിൽമെന്റുകളിൽ കാണാൻ കഴിയുകയില്ല. സെബാസ്റ്റ്യൻ ആർ പ്രാങ്കയുടെ മൺസൂൺ ഇസ്ലാം എന്ന പുസ്തകം ഈ സാമൂഹിക വ്യവഹാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അറബ് സമൂഹത്തിൽ നിന്ന് നേരിട്ടെത്തിയ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരും ഇവിടെ ഒരു പ്രത്യേക സാമൂഹിക വിഭാഗമായി നിലനിന്നു വരുന്നുണ്ട്. അങ്ങനെ തങ്ങന്മാരും മലബാറികളും ചേർന്ന് കൊയിലാണ്ടിയിലെ ജീവിത വ്യവഹാരങ്ങൾ അർത്ഥപൂർണമാക്കുകയായിരുന്നു. ഓർമ്മകൾ ചേർത്ത് ചേർത്ത് വെക്കുമ്പോൾ ചില ചിത്രങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരും. കാലത്തിന്റെ ഗതിവിഗതികളിൽപ്പെട്ട് നിറം മങ്ങിയതെങ്കിലും ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയും. ആളും അർത്ഥവും കൊണ്ട് പ്രതാപധന്യമായ ഒരു കാലം. ഓർമ്മകൾ അരിച്ചിറങ്ങുമ്പോൾ കൊയിലാണ്ടി പട്ടണത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിന്റെ ഓരം ചേർന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു തറവാട് വീട് നിങ്ങൾക്ക് കാണാം. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കൊയിലാണ്ടിയിലെ പ്രശസ്തമായ തറവാട് നാറാച്ചുമാനകം തറവാട്. ഇപ്പോൾ ഈ നാറാച്ചുമാൻ്റെ അകത്ത് തറവാടിൽ തന്നെ ഏതാണ്ട് 150ഓളം കുടുംബങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ സംഗമമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പഴയകാല തലമുറയിൽപ്പെട്ട കാരണവരെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിൽ നമുക്കാകെ വിരലിൽ എണ്ണാവുന്ന 2-3 പേരേ ഉള്ളൂ. അതിൽ തന്നെയും അവർക്ക് തന്നെയും ശാരീരിക ആവശ്യകതകൾ കാരണം നമ്മളോട് ശരിക്കൊന്ന് സംസാരിക്കുവാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്കത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞു തരാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഉള്ള പരിമിതികളായ അറിവുകൾ വെച്ചുകൊണ്ടാണ്
നമ്മുടെ സമത് മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇതിനു വേണ്ടി സഹകരിച്ച നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മളോട് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും സൃഷ്ടിക്കുന്ന അള്ളാഹു അതിൻ്റെ തക്കതായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന നമ്മളെ ഈ കുടുംബസംഗമത്തിന് ഇതിൻ്റെ ഒരു എളിയ കാര്യദർശി എന്നുള്ളവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമനുസരിച്ച് 1857 നിർമ്മാണം പൂർത്തിയായ ഈ ഭവനത്തിന്റെ കാലത്തിനും അപ്പുറത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കുടുംബ പരമ്പര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഓർമ്മകളിലിപ്പോൾ ഏറ്റവും അവസാനമായിട്ടിപ്പോൾ അവശേഷിക്കുന്നത് ഈ വഴിയും അതുപോലെ തന്നെ ഇടത്തും വലത്തുമായിട്ട് കാണപ്പെടുന്ന ഈ 2 വീടുകൾ. ഇത് പഴയ കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു, നമ്മൾ ഓർമ്മകളിൽ അത് മാറ്റങ്ങളില്ലാതെ അവശേഷിക്കുകയാണ്. ബാക്കി മുഴുവനും പൂർണ്ണമായും മാറ്റങ്ങൾക്ക് വിധേയമായി പോയി. തനങ്കൊയിലാണ്ടി നാരാച്ചുമാന്തകത്ത് കേളുവീനെ നിങ്ങൾ കേളുവീനെ. തനം കൊയിലാണ്ടി നാരാച്ചുമാന്തകത്ത് കേളുവീനെ നിങ്ങൾ കേളുവീനെ. മനം മര്യാദയായി മകുടമണിപ്പാരിടത്തിൽ കാണുവീനെ നിങ്ങൾ കാണുവീനെ. മനം മര്യാദയായി മകുടമണിപ്പാരിടത്തിൽ കാണുവീനെ നിങ്ങൾ കാണുവീനെ. കാരണോരൊത്തു ചേർന്ന് കാര്യം പറഞ്ഞുലകിൽ വാഴുന്നോൻ സ്തുതി പറയാം കേളുവീനെ നിങ്ങൾ കേളുവീനെ. കാരണോരൊത്തു ചേർന്ന് കാര്യം പറഞ്ഞുലകിൽ വാഴുന്നോന് സ്തുതി പറയാം കേളുവീനെ. വാഴുന്നോന് സ്തുതി പറയാം, വാഴുന്നോന് സ്തുതി പറയാം, സ്തുതി പറയാം നിങ്ങൾ കേളുവീനെ നിങ്ങൾ കേളുവീനെ. ഇതിൻ്റെ മൂത്തമ്മ നാരാശ്മാനത്തെ മരക്കാലത്തെ മമ്മൂഞ്ഞിൻ്റെതും കദീഷാൻ്റെതും മോള്. ഇന്ന് നാരാശ്മാനത്തെ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നതിൽ സീനിയറായിട്ടുള്ള ചില വ്യക്തികളിൽ ഒരാളാണ് എൻ്റെ മൂത്തമ്മ അല്ലേ? അപ്പോൾ മൂത്തമ്മാൻ്റെ പേരെന്ന് പറഞ്ഞു കൊടുക്ക്. ഐഷാമ ആണ് മൂത്തമ്മാൻ്റെ പേര്. ഇപ്പോൾ നമ്മളെങ്ങനെയും പണ്ട് നാരാശ്മാനത്ത് താമസിച്ചുകൊണ്ടിരുന്നത് എത്ര ആൾക്കാരുണ്ടായിരുന്നു? കുറേ ആൾക്കാരില്ലേ? ആരെങ്കിലും മൂത്തമ്മക്ക് ഓർമ്മയുണ്ടോ? അവരുടെ പേര് മറീച്ച, ബീവിച്ച, ഉമ്മായിച്ച, ആമീച്ച, അസൂച്ച, പാത്തൂച്ച, പിന്നെ കുഞ്ഞുമീച്ച, കുഞ്ഞാമിയൊക്കെ പിന്നീട് പലയിടത്ത് പോയി അല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാവരും അന്ന് ഒരേ തറവാട്ടിൽ 3 അടുക്കള. എത്ര അടുക്കളയിലുണ്ടായിരുന്നു? 3 അടുക്കള അല്ലേ? പക്ഷെ എല്ലാവരും അന്ന് വളരെ സഹകരിച്ചിട്ടില്ലേനോ? എല്ലാവരും ഒപ്പരാണ് വിചാരിച്ചത്. അന്ന് പ്രസവമൊക്കെ മൂത്തമ്മൊക്കെ പ്രസവിച്ചത് അവിടെ നിന്ന് തന്നെയല്ലേ? പുരയിൽ തന്നെയല്ല മൂത്തമ്മയൊക്കെ പ്രസവിച്ചത് അല്ലേ? എന്നൊക്കെ എല്ലാവരും അവിടെ നിന്ന് തന്നെയല്ല പ്രസവിക്കലൊക്കെ? എല്ലാവരും തന്നെ അല്ലേ? പുറത്തൊന്നും കൊണ്ടുപോയി
കാര്യങ്ങളൊക്കെ ഇല്ല പണ്ട് അങ്ങനെയാണല്ലോ. അന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പോയി അല്ലേ. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മയിലുണ്ടാവും. നല്ല നിലക്ക് നിന്നതാ. എല്ലാവരും നല്ല നിലയിൽ വളരെ സഹകരിച്ചുകൊണ്ടിട്ട് അല്ലേ. അന്നിപ്പോൾ അടുക്ക് കടിയൊന്നുമില്ല. അതൊരു ഇടുക്കെടുത്ത് വെച്ചിട്ട് നിന്നതാ. എല്ലാവരും അടുപ്പ് കൊണ്ടു. എല്ലാവരും അടുക്കളയുണ്ട്. എല്ലാവർക്കും നല്ല അടുപ്പ് എത്തിക്കാൻ. കേസൊന്നും ഇല്ലല്ലോ പണ്ട്. തൂത്തി കഴിഞ്ഞതാ. തൂത്തി കഴിഞ്ഞതാ. പല വറക്കുന്ന കാലം. മമ്മൂഞ്ഞില്ല. മുതമാക്ക് നമ്മളെ തറവാട്ടിലെ കാരണന്മാരെ പറ്റി ആർക്കെങ്കിലും ഇപ്പോൾ ഓർമ്മ ഉണ്ടോ? നരസിംഹ തറവാട്ടിലെ കാരണന്മാര്, പഴയ കാരണന്മാര് അല്ല, അതിന്റെ മുന്നേ മോരിക്കൊക്കെ ഇല്ലേ? മോരിക്ക, പിന്നെ മമ്മൂനിക്ക. ഒരു രണ്ടാളും വലിയ കാരണന്മാര്. പിന്നെ ശരി. പിന്നുള്ളതാണ് മമ്മൂക്കയും ഇവരൊക്കെ അല്ലേ. മരക്കാരത്തെ മമ്മൂക്കയൊക്കെ പിന്നുള്ളതാണ്. ഉമ്മമാരുടെ അടുത്ത് കുഞ്ഞാമൊക്കെ ഇവരൊക്കെ. കുടുംബം സ്നേഹത്തിന്റെ ആദ്യ പാഠശാലയാണ്. നമ്മെ രൂപപ്പെടുത്തുന്ന ആദ്യ സമൂഹം. പരേതനായ കുട്യാലിക്കാരണവരാണ് നാറാച്ചുമ്മാൻ്റകത്ത് എന്ന തറവാടിന് രൂപം നൽകിയത്. മാപ്പിള മരുമക്കത്തായമനുസരിച്ചുള്ള വ്യവഹാരക്രമങ്ങൾ ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. നായർ അച്ചുമ്മാന്റെ അകത്ത് എന്നത് ലോകിച്ചാണ് നാറാച്ചുമ്മാന്റെ അകത്ത് എന്ന പേരുണ്ടായതെന്നും അതല്ല നികുതി വസൂലാക്കാൻ വന്ന കോൽക്കാരൻ നായരെ തച്ച ഉമ്മാന്റെ വീട് നാറാച്ചുമ്മാന്റെ അകത്ത് എന്നതായതാണെന്നും വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ എല്ലാ വ്യവഹാര രേഖകളിലും നാറാച്ചുമ്മാന്റെ അകത്ത് എന്നാണ് കാണപ്പെടുന്നത്. നാറാച്ചുമ്മാന്റെ അകത്ത് മൊയ്തീൻകുട്ടിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ മൂത്ത മകനാണ് ഞാൻ. എനിക്ക് അറിയാവുന്ന ഇതിൽ 2 അമ്മായിമാരെയാണ് എനിക്ക് കണ്ടത്. ഒന്ന് ഉമ്മായിയൊട്ട് അമ്മായി, ഒന്ന് മറിയമ്മായി. മറിയമ്മായിൻ്റെ പരമ്പരയാണ് ഇപ്പോൾ കൂടുതൽ ഉള്ളത്. എല്ലാവിധ ആശംസകളും നല്ല നിലയിൽ കഴിഞ്ഞുകൂടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ കൊയിലാണ്ടിയായിട്ട് ബന്ധപ്പെടുന്നത് 1962-ലാണ്. അന്ന് ഈ ഞായറാഴ്ചമാനത്തെ വീട് കല്യാണത്തെ പിറ്റേന്ന് എനിക്കൊരു സൽക്കാരം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഞാനും കുടുംബങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു. പിന്നെ അന്നുണ്ടായിരുന്ന ആളൊന്നും ഇപ്പോഴില്ല. എല്ലാവരും മരിച്ചല്ലോ. നമ്മളെ കാരണം പറയും മമ്മൂക്ക മരിച്ചില്ല, മരിച്ച്. അന്ന് മുതൽക്കാണ് ഞാൻ കൊയിലാണ്ടിയായിട്ട് പരിചയപ്പെടുന്നത്. അമ്മൂട്ടി മാസം ഞാൻ ഒന്നിച്ചായിരുന്നു കല്യാണം കഴിച്ചത്. അമ്മൂട്ടി മാസം 5-ത്തിനെയും ഞാൻ 7-ത്തിനെയും. കല്യാണത്തിന് നിക്കാഹ് കഴിച്ചത് ചീക്കാപ്പള്ളി, പഴയ ചിക്കാപ്പള്ളി വെച്ചിട്ട്. അന്നത്തെ ചരിത്രം പിയാപ്പിളായി വരുമ്പം അളിയൻ മുമ്പിൽ പിടിച്ച് മമ്മൂക്ക, നമ്മളെ മരിച്ച മമ്മൂക്കല്ലേ, മമ്മൂക്ക ഇയാൾ മുഹമ്മദിൻ്റെ ഉപ്പ ഇവരെല്ലാം പാടെ വാതുക്കൽ നിൽക്കും. മമ്മൂക്ക മൂളി പിടിച്ചിട്ട് മൂളിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിടും. അതിൽ ഒരു എന്തൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാനത് നേരത്തെ അറിയാത്തതുകൊണ്ട് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. അപ്പം സാരല്ല എന്ന് പറഞ്ഞു. നല്ല സമൃദ്ധമായ ഭക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു. ഇതാത് അമ്മടിക്ക അന്നത്തെ കാരണമായിരുന്നു. അത് എല്ലാത്തിനും എടുക്കാനും പറയാനും കൊടുക്കാനും പിടിക്കാനും ഒക്കെ മുന്നിലുണ്ടാവും. പിന്നെ മുഹമ്മദിൻ്റെ ഉപ്പ മൊയ്തി കുടിക്കുക, പിന്നെ പയാണ്ടിയിലെ മൊയ്തി കുടിക്കുക, മൊയ്റ്റിക്ക. മൊയ്തിക്കുട്ടിയാണ് മൊയ്റ്റിക്ക എന്നാണ് വിളിക്കുന്നത്. അംഗസംഖ്യയും പരമ്പരയും പെരുകിയപ്പോൾ പുതിയ വീടുകൾ രൂപം കൊണ്ടു. അങ്ങനെ ആദ്യത്തെ തറവാട് പടിഞ്ഞാറേ നാറാച്ചുമ്മാന്റെ അകത്ത് എന്നറിയപ്പെട്ടു. പിന്നീട് നാറാച്ചുമ്മാന്റെ അകത്ത് പുതിയ പുരയിലും പറമ്പത്ത് വീടും അങ്ങനെ എണ്ണമറ്റ വിവിധ വീടുകൾ പിറന്നുകൊണ്ടേയിരുന്നു.
നാറാച്ചുമ്മാന്റെ അകത്ത് കുട്യാലിയുടെ സഹോദരി ആയിഷുമ്മ, ബീവി എന്നിവരിൽ നിന്നാണ് ഈ പരമ്പരയുടെ തുടക്കം. കുട്യാലിക്കാരണവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സഹോദരിയായ ഐഷുമ്മയുടെ മക്കളാണ് നാറാച്ചുമ്മാന്റെ അകത്ത് ബീവി, നാറാച്ചുമ്മാന്റെ അകത്ത് പാത്തു എന്നിവർ. നാറാച്ചുമ്മാന്റെ അകത്ത് പാത്തുവിന് വിവാഹം ചെയ്തത് പാലു ഹസൻകുട്ടി എന്ന പാലുന്റെ അകത്ത് ഹസനായിരുന്നു. നാറാച്ചുമ്മാന്റെ അകത്ത് പാത്തുവിന് 7 മക്കളുണ്ടായിരുന്നു. ആസിയ, അബ്ദുൽ ഖാദർ, മൊയ്തീൻകുട്ടി, മമ്മുഞ്ഞി, മറിയം, ഉമ്മയ്യ, ബീവി. നാറാച്ചുമ്മാന്റെ അകത്ത് ബീവിയെ പരപ്പിൽ മമ്മു വിവാഹം ചെയ്തു. അതിൽ 3 മക്കളുണ്ടായി: ആമിന, പരി, മമ്മു. ഈ പരമ്പരയിൽ നിന്നാണ് ഇന്ന് കാണുന്ന നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നാറാച്ചുമ്മാന്റെ അകത്ത് കുടുംബം രൂപം കൊണ്ടത്. ആസിയാൻ്റെ മോള് പാത്തുവിൻ്റെ മോളാണ് ഖദീജ്. ഞാൻ 1.5 വയസ്സായ മരക്കാരത്ത് പോന്നക്ക് തറവാട്ടിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് തന്നെ വലുതായതും പഠിച്ചതൊക്കെ 8ാം ക്ലാസ് വരെ മാപ്പിള സ്കൂളിൽ പോയി. കണയങ്കോട് പാലം മുതൽ പടിഞ്ഞാറ് കൊയിലാണ്ടി പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏക്കർ കണക്കിന് സ്വത്തിന്റെ ഉടമകളായിരുന്നു വർത്തക കുടുംബമായ നാറാച്ചി കുടുംബം. ഇവർക്ക് മതസാമൂഹിക രംഗങ്ങളിൽ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നു. മതാചാര സംബന്ധമായ ചെലവുകൾക്ക് വേണ്ടി പ്രത്യേകം സ്വത്തുവകകൾ മരുമക്കത്തായ സംവിധാനമനുസരിച്ച് നീക്കിവച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഉമ്മച്ചി വീട് നാറാച്ചുമ്മാന്റെ അകത്ത് തറവാടുമായി ബന്ധമുള്ളതാണെന്ന് നമുക്കെത്ര പേർക്കറിയാം? കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിനകത്ത്, അതിൻ്റെ ചരിത്രത്തിനകത്ത് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു ഉമ്മച്ചി വീട് അതൊരു പഴയ ഒരു മുസ്ലിം തറവാടായിട്ടാണ് കരുതപ്പെടുന്നത് എന്നാണ് ചരിത്രത്തിനൊക്കെ തന്നെ പറയപ്പെടുന്നത്. വിശ്വാസികളായ മുസ്ലിം മതവിശ്വാസികളൊക്കെ ഈ ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ഉത്സവം കാണാനും അതുപോലെ തന്നെ ചടങ്ങുകളൊക്കെ തന്നെ വീക്ഷിക്കാനും സ്ഥിരമായിട്ട് വന്നുപെടാറുള്ള, അതുപോലെ തന്നെ എണ്ണയും ഒക്കെ തന്നെ ഈ നൽകപ്പെടുന്നത് ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ഉമ്മച്ചി വീട്ടിൽ എന്ന് പറയുന്ന ആ പഴയ തറവാട്ടിലാണ്. അവരാണ് ഉത്സവം കാണാനൊക്കെ തന്നെ എത്തുന്നതും ഉത്സവകാലത്ത് ഏറിയ പങ്കും മുസ്ലിങ്ങളൊക്കെ തന്നെ ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ തന്നെ അവിടെയാണ്. അപ്പോൾ മതസൗഹാർദ്ദത്തിന് ഒരു പെരുമയുള്ള, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. പേർഷ്യയും ബർമ്മയും സിലോണും മദ്രാസും ബോംബെയും ഒരു കാലത്ത് പ്രവാസ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് അറേബ്യയിലെ വിവിധ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ UA ഖാദറിന്റെ കഥാതന്തുക്കളിൽ നമ്മുടെ കുടുംബത്തിന്റെ ജീവിത കഥകൾ ഉൾപ്പെട്ടത് യാദൃശ്ചികമല്ല. നാട്ടുമുറ്റങ്ങളും ഇടവഴികളും തറവാടുകളിലെ അറയും സറാമ്പയും റാത്തീബ് കൊട്ടിലും അരപ്പട്ടയും തുർക്കിത്തൊപ്പിയും കാലത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് വഴിമാറിക്കൊടുത്തപ്പോൾ അവശേഷിക്കുന്നത് നനവാർന്ന ഓർമ്മകൾ മാത്രമാണ്.
ഉമ്മച്ചിമാനത്തെ മറിയം എന്ന ആളുടെ മകനാണ് ഞാൻ. എൻ്റെ പേര് അബ്ദുള്ള കുട്ടി എന്നാണ്. നമ്മുടെ കുടുംബ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. അത് എല്ലാ നിലക്കും വിജയത്തിലാക്കി തരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നാറാച്ചുമ്മാൻ്റെ അകത്ത് പാലാസാക്കാൻ്റെ മകനാണ്. ബീവി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. ഇതിൽ ഞങ്ങളുൾപ്പെടെ ഒരുവിധം ഞങ്ങളുടെ ജ്യേഷ്ഠനുജന്മാരും സഹോദരിമാരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതിവിടെ ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് ഉപസരിക്കുന്നു. അധ്വാനിച്ചും വിയർത്തും കോപിച്ചും ചിലപ്പോഴൊക്കെ കലഹിച്ചും വീണ്ടും ചേർത്തു നിർത്തിയും കഴിഞ്ഞ തലമുറ ഇവിടെ നമ്മളെ കടന്നുപോയി. അവർ പലരെയും ജീവിപ്പിക്കുകയും സ്വയം ജീവിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അവർ ജീവിച്ചത്, നമുക്ക് വേണ്ടി കൂടിയായിരുന്നു. പ്രാർത്ഥനാപൂർവം ആ വ്യക്തികളെ നമുക്ക് സ്മരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. كل نفس ذائقة الموت. كل نفس ذائقة الموت ثم إلينا ترجعون. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها. نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون. وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنا يؤفكون. الله يبسط الرزق لمن يشاء من عباده ويقدر له. إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله. قل الحمد لله بل أكثرهم لا يعقلون. وما هذه الحياة الدنيا إلا له ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون.
വിശാലമായിട്ടുള്ള ഈ ഖബർസ്ഥാൻ കൊയിലാണ്ടിയിലെ പ്രസിദ്ധമായിട്ടുള്ള മീത്തൽക്കണ്ടി ഖബർസ്ഥാനിലാണ് നമ്മളെ കുടുംബത്തിലെ കാരണവന്മാർ, നമ്മളെ ഉപ്പാവമാർ, നമ്മളെ ഉമ്മാമ്മമാർ, നമ്മളുടെ പഴയ മുഴുവൻ തലമുറയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനാണ്. ഇപ്പോൾ ടി പി അബ്ദുൽ ഖാദർ അടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള നമ്മളെ കാരണവസ്ഥാനത്തിരിക്കേണ്ട ആളായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ വിശാലമായിട്ടുള്ള ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു മുഫർലഹു വർഹംഹു. ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനും സദാചാര നിലനിൽപ്പിനും കുടുംബം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുടുംബം ഭദ്രമാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് അത് സുരക്ഷിതവും ആരോഗ്യപൂർണമാവുകയുമുള്ളൂ. നോക്കൂ, നാം ഇവരെ നയിക്കേണ്ടത് പ്രതീക്ഷാനിർഭരമായ ഒരു ലോകത്തേക്കാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയും വൈകാരിക ഉറവിടവും കുടുംബം തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ ഈ വചനങ്ങൾ ഏവരും ഓർമ്മിക്കുകയും ഒരു തലമുറയുടെ ഊർജമായി എന്നെന്നും നിലനിൽക്കേണ്ടതുമാണ്. അച്ഛനും അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ചു വാഴുന്ന ഗേഹം, സ്നേഹവും ത്യാഗവും എല്ലാരും ഒന്നിച്ച് പങ്കുവച്ചിടുന്ന ഗേഹം. ഈ ഗേഹമല്ലോ മണ്ണിലെ സ്വർഗം, ഈശ്വരൻ വാഴുന്ന ഗേഹം, ഈശ്വരൻ വാഴുന്ന ഗേഹം, ഈശ്വരൻ വാഴുന്ന ഗേഹം. ഞാൻ മാടാക്കരകത്ത് കുഞ്ഞിപ്പക്കി നാറാച്ചുമാൻ്റെ കുഞ്ഞിമ്മയ്യൻ്റെ മകനാണ്, ഏക മകൻ. എൻ്റെ ഇളയത് സൈനബ, ഒരു പെങ്ങൾ മരണപ്പെട്ടു പോയി. പിന്നെ നാറാച്ചുമാൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പേര് കേട്ട ഒരു തറവാടാണ്. ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മ വെച്ച് പറയുമ്പോൾ നീ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാറാച്ചുമാൻ്റെ അടുത്തെന്ന് പറയാൻ ഒരു പ്രൗഢിയാണ്. കേൾക്കുന്നവർക്ക് ഒരു സന്തോഷവും സംതൃപ്തിയും. ഇന്നിപ്പോൾ അത് ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ, എല്ലാം മണ്ണടിഞ്ഞു പോയി. എങ്കിലും ഇനി 1000 വർഷം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് താഹ, പഴപ്പാണ്ടിശാലയിൽ നാറാച്ചുമാൻ്റെ അടുത്ത് കുഞ്ഞാമ്മയുടെ മകൻ. വർഷങ്ങളായി നമ്മുടെ കാത്തിരിപ്പിന് ശേഷം ആ ദിവസം പൂവണിയാൻ ഇനി അധിക നിമിഷങ്ങൾ ബാക്കിയില്ല. അന്നേ ദിവസം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എല്ലാ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൃത്യസമയത്ത് അതിൽ പങ്കുചേരുവാനും വരും തലമുറകൾക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇതൊരു മഹാസംഭവമാക്കി മാറ്റുവാനും നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ടി പി ഫാമിലിക്ക് വേണ്ടി ഇവിടെ. അസ്സലാമു അലൈക്കും. നാറാച്ചുമാൻ്റെ അകത്ത് പുതിയ പുരയിൽ കല്യാണം കഴിച്ച കുഞ്ഞിപ്പാത്തൂച്ചാൻ്റെ വകയിലുള്ള അവസാനത്തെ മോളോടൊരു പുതിയാപ്പിളയായിട്ട് ജീവിച്ചിരിപ്പുള്ളത് ഇപ്പോൾ ഞാനാണ്. ഇങ്ങനൊരു സംരംഭം സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജനനമരണങ്ങളിലെ നൂൽപ്പാലമായി കാലത്തിന്റെ പരിച്ഛേദങ്ങളെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വ്യഥകളും പരാതികളും മാറ്റിവെച്ച്
നാം കടന്നുവന്ന വഴികളെ തിരിച്ചറിഞ്ഞ് നമുക്ക് പുതിയ കാലത്തിലേക്ക് കുടിയേറാം, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ.